കേരളത്തിലെ സൂര്യക്ഷേത്രങ്ങളിൽ പുരാതനവും പ്രസിദ്ധവുമായ ഒന്നത്രേ കോട്ടയം ജില്ലയിലെ ആദിത്യപുരം സൂര്യക്ഷേത്രം. സൂര്യനാരായണ ഭഗവാൻ പ്രധാന മൂർത്തിയായി വരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രമാണ് ആദിത്യപുരം. കോട്ടയം വൈക്കം റൂട്ടിലെ പ്രധാന പട്ടണമായ കടുത്തുരുത്തിയിൽ നിന്നും 3 കിലോമീറ്ററും ഏറ്റുമാനൂരിൽ നിന്നും 17 കിലോമീറ്ററും വൈക്കത്തു നിന്നും 16 കിലോമീറ്ററും ദൂരം സഞ്ചരിച്ചാൽ ആദിത്യപുരം സൂര്യക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കോട്ടയമാണ് ആദിത്യപുരം ക്ഷേത്രത്തിനു സമീപമുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. ത്രേതായുഗത്തിലാണ് ആദിത്യപുരത്ത് സൂര്യദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. ഒരിക്കൽ കപിക്കാട്ട് മരങ്ങാട്ടുമനയിലെ ഒരു നമ്പൂതിരി സൂര്യദേവനെ പ്രസാദിപ്പിക്കുവാനുള്ള ധ്യാനം നടത്തി. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംപ്രീതനായ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ സ്ഥലത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്നു മുതൽക്കാണ് ഇവിടെ പൂജകളും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം. കിഴക്കോട്ട് ദർശനമായാണ് ആദിത്യപുരത്ത് സൂര്യഭഗവാൻ ഇരുന്നരുളുന്നത്. ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലതു കൈയിൽ സുദർശന ചക്രവും പിറകിലെ ഇടതു കൈയിൽ പാഞ്ചജന്യവും ധരിച്ച ഭഗവാൻ മുന്നിലെ ഇരു കൈകളും തപോമുദ്രയിൽ പിടിച്ചിരിക്കുന്നു. അതിനാൽ മഹാവിഷ്ണുവിന്റെ ഭാവവും ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് കൽപ്പിക്കപ്പെട്ടു വരുന്നു. എണ്ണ വലിച്ചെടുക്കുന്ന പ്രത്യേകതരം ശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നവഗ്രഹങ്ങളിൽ സൂര്യഭഗവാനെ മാത്രമാണ് ആരാധിക്കപ്പെടുന്നത് എന്ന സവിശേഷതയും ആദിത്യപുരം സൂര്യക്ഷേത്രത്തിനുണ്ട്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ രാത്രി 7 മണി വരെയുമാണ് ആദിത്യപുരം ക്ഷേത്രത്തിലെ ദർശന സമയം. ഞായറാഴ്ചകളിൽ രാവിലെ 4 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 1:30 അടയ്ക്കുന്ന രീതിയിലാണ് ദർശനക്രമം. ആദിത്യ പൂജയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജ. കണ്ണ്, ത്വക്ക് എന്നിവ സംബന്ധമായ രോഗങ്ങൾ മാറാനായി ആദിത്യ പൂജ വളരെ ഉത്തമമാണെന്നാണ് വിശ്വാസം. ആദിത്യ പൂജ കൂടാതെ ഉദയാസ്തമന പൂജ, എണ്ണ അഭിഷേകം, ഭഗവതി പൂജ, നവഗ്രഹ പൂജ എന്നിവ ആദിത്യപുരം ക്ഷേത്രത്തിലെ മറ്റു പൂജകളാണ്. രോഗശാന്തിക്ക് വേണ്ടിയുള്ള അടനിവേദ്യം, രക്തചന്ദന സമർപ്പണം എന്നിവയാണ് ആദിത്യപുരം സൂര്യക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ആദിത്യപുരം ക്ഷേത്രത്തിൽ ഞായറാഴ്ചകൾ അതിപ്രധാനമായതിനാൽ അന്നേ ദിവസം 100 കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തി പ്രാർത്ഥിച്ച് മടങ്ങുന്നത്.
ആദിത്യപുരം ക്ഷേത്രത്തിൽ കൊടിയേറിയുള്ള ഉത്സവം പതിവില്ല. മേടമാസത്തിലെയും വൃശ്ചിക മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ച ഇവിടെ കാവടി ഉത്സവമായി ആഘോഷിക്കുന്നു. സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന മേടമാസത്തിലെ കാവടിക്കാണ് കൂടുതൽ പ്രാധാന്യം. സന്താന പരമ്പരയുടെ ശ്രേയസ്സിനും രോഗശാന്തിക്കും വളരെ വിശേഷമാണ് കാവടിയെടുക്കൽ. പൊതുവെ രോഗശാന്തി, ആരോഗ്യ, ബുദ്ധിവികാസം എന്നിവയാണ് ആദിത്യ ഭജനത്തിൻ്റെ ഫലം. പ്രധാന മൂർത്തിയായ സൂര്യഭഗവാനോടൊപ്പം ദുർഗാദേവി, ശാസ്താവ്, യക്ഷി എന്നിവർ ഉപദേവന്മാരായും ആദിത്യപുരത്ത് കുടികൊള്ളുന്നു. ഭക്തലക്ഷങ്ങളുടെ ആശ്രയകേന്ദ്രമായ ആദിത്യപുരം സൂര്യക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങുന്നവർക്കെല്ലാം സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസവും അനുഭവവും. കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നീ 3 പ്രധാന ശിവക്ഷേത്രങ്ങളും ആദിത്യപുരം ക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു.